കോഴിക്കോട് വടകരയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ഏറാമല പഞ്ചായത്തിലെ ആദിയൂര്, തുരുത്തിമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇന്ന് ഉച്ചയ്ക്ക് തെരുവുനായ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് നാടിനെ ഭീതിയിലാഴ്ത്തിയ തെരുവുനായ ആക്രമണം ഉണ്ടായത്. 3ഉം 5ഉം വയസ്സു പ്രായമുള്ള കുട്ടികൾക്കും നിരവധി സ്ത്രീകൾക്കും കടിയേറ്റു. 3 വയസ്സുകാരന് മുതുകത്താണ് ആഴത്തിൽ മുറിവേറ്റത്. മറ്റുള്ളവർക്ക് കൈകാലുകൾക്കും കടിയേറ്റു. നായയെ കണ്ട് പരിഭ്രാന്തരായി ഓടിയപ്പോൾ വീണും പലർക്കും പരിക്കേറ്റു. തെരുവുനായയെ പിടികൂടാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഏറാമല പഞ്ചായത്തിൽ നിന്ന് തുരുത്തിമുക്ക്, കുന്നുമുക്കര വിവിധ പ്രദേശങ്ങളിലായി 10-15ഓളം ആളുകളെ ഭീകരമായ രൂപത്തിൽ തെരുവുനായ കടിക്കുന്ന അവസ്ഥ. തെരുവുനായ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ പട്ടിയാന്ന് തോന്നുന്നു. ഒരു പട്ടി തന്നെയാണ് മുഴുവൻ ആളെയും കടിച്ചിട്ടുള്ളത്. കുറേ ആളുകൾ വടകര ഗവൺമെൻറ് ആശുപത്രിയിലും കുറേ ആളുകൾ മാഹി ഹോസ്പിറ്റലിലും ചില തടസ്സങ്ങളുള്ളതിൻ്റെ ഭാഗമായി തലശ്ശേരി ഹോസ്പിറ്റലിലും പോയി ചികിത്സ തേടിയിരിക്കുകയാണ്. തെരുവ് നായയുടെ അല്ലെങ്കിൽ നായി കടിച്ചിട്ടുള്ള ഒരു ശല്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് സാധാരണ എല്ലാവരുടെയും ജീവിതത്തിന് അങ്ങേ ഭീഷണിയായിരിക്കുകയാണ്. സ്കൂളൊക്കെ തുറന്ന അവസരത്തിന് വലിയ പ്രതിസന്ധി, ജനങ്ങളുടെ ജീവന ഭീഷണിയായിരിക്കുന്നു. പരിക്കേറ്റവരെ വടകരയിലെയും കോഴിക്കോട്ടെയും മാഹിയിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ തെരുവുനായ ആക്രമണം പതിവാകുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ബാലുശ്ശേരി, കോട്ടുളി തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ജനം, കോഴിക്കോട്.